വെൽക്കം ബാക്ക് ഗൈസ്. നമുക്ക് ഇന്നൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ? ഒരു പനീർ സമോസ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോ നോക്കാം. അപ്പോൾ ഞാൻ 100 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഈ 100 ഗ്രാം പനീർ നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് വലിയ ക്യൂബായിട്ടുള്ള പനീറാക്കി കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. തണുപ്പ് പോയതിനു ശേഷം വേണം നിങ്ങളിത് ചെയ്യാൻ, അല്ലെങ്കിൽ ഉടച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ പനീർ ഞാൻ മൊത്തം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു സവാള കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും, ഇത് രണ്ടും ചതച്ചുകൊണ്ട് വരാം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളിയുടെ 1/4 കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് അരിഞ്ഞെടുക്കാം. നല്ല കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി മീഡിയം വലുപ്പത്തിലുള്ളൊരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം നമ്മൾ സമോസ ഫില്ലിങ്ങിന് വേണ്ടിയുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത്. ഇനി ഒരു ഗ്ലാസ്സിനകത്ത് 1 ടേബിൾ സ്പൂൺ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കുക. ഈ പരുവം ആകണം. അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള കരിഞ്ഞു പോവാതിരിക്കാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ. സവാള വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. പച്ചമുളക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർക്കാം. പച്ചമുളക് സോട്ടായി മാത്രം വന്നാൽ മതി. പച്ചമുളകിന്റെ നിറം മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വരണം. ഇനി നമുക്ക് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം തക്കാളി നമ്മൾ നന്നായിട്ട് ഉടഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് 1/2 ടീസ്പൂൺ വീതം മുളക് പൊടിയും ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി ഇതിന്റെ ഒന്ന് പച്ചമണമൊക്കെ മാറി വരാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന പനീർ കൂടി ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി പനീർ ഒന്ന് വേവാൻ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ പനീറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഇനി ഒരു ആവശ്യത്തിന് ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കാം. ഇതില്ലാത്തവരെ സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ. പനീർ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 40 ഗ്രാം ചീസും കൂടി ചേർക്കാം. ചീസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പനീറും ചീസും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സായി കിട്ടണം. ഞാൻ സമൂസ ഷീറ്റ് മേടിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ നല്ല ബേക്കറികളിലോ ചോദിച്ചാൽ കിട്ടുന്നതാണ്. അത് ഈ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്ത് ഫില്ലിങ്സ് ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. എനിക്കിങ്ങനെ 12 സമോസ കിട്ടിയിട്ടുണ്ട്. ഈ 12 സമോസയും ഞാനിതുപോലെ എണ്ണയിൽ വറുത്ത് കോരി എടുത്തു. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്ത് കോരാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിടുക,
അങ്ങനെ 2 സൈഡും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണ വാർന്നതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. നല്ല ക്രിസ്പി ടേസ്റ്റി സമൂസ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ ഉറപ്പായും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ഉറപ്പായും ഉണ്ടാക്കി നോക്കുമെന്ന് കരുതുന്നു. See you with next video. Bye from Achu.